ശ്രീ SCR കുമാർ, ഞങ്ങൾ പൊതു ഖജനാവിൽ നിന്നൊരു നയാ പൈസ എടുക്കുന്നില്ല. മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും എടുക്കുന്നില്ല. ഞങ്ങൾ സ്പോൺസേഴ്സിനെ കണ്ടെത്തിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? നോക്കൂ, എന്തായാലും സ്പോൺസേഴ്സിനെ കണ്ടെത്തിയാണ് ഇങ്ങനെയൊരു മഹാസംഗമം സംഘടിപ്പിക്കുന്നതെന്ന് അതിൻ്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നു, കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ആ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ ആരാണ്, അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പായി ലഭിക്കുന്ന തുക എത്രത്തോളം ആണ്, അതിൻ്റെ വോളിയം എത്രയാണ് എന്നൊക്കെ കോടതിയെ ഇവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോഴും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സ്വഭാവം എന്ന്. കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് കോടതി തന്നെ ഇന്നത്തെ ഈ ഉത്തരവിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ ദുരൂഹമായി എന്തൊക്കെയോ അവശേഷിക്കുന്നു എന്ന് തന്നെയല്ലേ ഈ സ്റ്റേജിൽ മനസ്സിലാക്കേണ്ടത്? ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദുരൂഹതയുണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്രവിശ്വാസികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയത്തിൽ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ഭരണകാലത്ത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇത്തരത്തിൽ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വക്കീലന്മാർ അവിടെ കൊടുത്തിരിക്കുന്നത് തികച്ചും തെറ്റായ വിവരങ്ങളാണ്. അവർക്കറിയില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടും ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതിന് പിന്നിൽ ധാരാളം പേരുടെ തലച്ചോറ് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റേതാണ്, ഇനി അതൊരു സംശയമില്ല. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾക്കൊക്കെ ആ വിവരങ്ങളുണ്ട്. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അത് വന്നിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണത്തിൽ ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നാളുകളായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് സർക്കാരിൻ്റെ മെഷീനറി ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് തരത്തിൽ ചെയ്യണം, ആരെ കൊണ്ടുവരണം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എങ്ങനെ തരണം ചെയ്യണം എന്ന് വരെ ചിന്തിച്ചുറപ്പിച്ച് അതിനുവേണ്ടി നടത്തിയ ഒരു വൻ പരിപാടിയാണിത്. പക്ഷേ അത് പൊളിഞ്ഞു പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈനംദിനമായിട്ട് പല കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അവരെടുത്ത തീരുമാനം, അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത് നടത്തിയെന്നുള്ള യഥാർത്ഥ ചിത്രം മുന്നിലേക്ക് കൊണ്ടുവന്നാൽ സംഗതി ആ കുഴപ്പമാവുമെന്ന് അവർക്കറിയാം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നിലേക്ക് അക്കാര്യങ്ങൾ പറയാനേ സാധിക്കില്ല. അതുകൊണ്ട് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അവരിതെല്ലാം മറച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ കോടതി ഉന്നയിച്ച ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് വ്യക്തതയില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അപ്പോൾ വരുന്ന ചോദ്യം എന്താണ്? പിന്നെ എന്തുദ്ദേശത്തിലാണ് ഇവർ നടത്തുന്നത്? ഈ പദ്ധതിയുടെ പിന്നിൽ എന്താശയമാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പരിപാടി നടത്തുന്നത്? അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ, ഈ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യത്തിൽ ആർക്ക് വേണ്ടിയാണ് ഈ സ്പോൺസർഷിപ്പ്? നമ്മുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ, എൻ്റെ അറിവിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഒരു കാലത്തും എങ്ങും അങ്ങനെ സ്പോൺസർഷിപ്പിൽ പ്രവർത്തിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ കേട്ടുകേൾവിയില്ലാത്ത ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ സ്പോൺസർമാരെ കണ്ടെടുത്തുക. ഞാൻ ഒരു കാര്യം ഇവരോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഹൈന്ദവ ക്ഷേത്രം നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരിക. ഹിന്ദുക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ ക്ഷേത്രങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കണമെന്നും അവിടുത്തെ ആരാധനയും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ശക്തിയായിട്ടും വേണ്ട തരത്തിൽ, അതായത് നമ്മുടെ ക്ഷേത്ര ആചാരപ്രകാരം വേണ്ട തരത്തിൽ നടത്താനായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്കറിയാം. ഇന്നും കോടാനുകോടിയിൽ ഹിന്ദുക്കൾ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ നിങ്ങൾക്ക് ഈ പണി പറ്റില്ലെങ്കിൽ നിങ്ങളത് വെച്ച് കൈയൊഴിഞ്ഞു പോകൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കിത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ആഗോളതലത്തിൽ എവിടുന്നൊക്കെയോ ആളുകളുടെ, ഇത് ആരുടെയൊക്കെ സമ്പത്ത് വരുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് ഏതൊക്കെ ആളുകളായിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുന്നത്? ഇനി അതൊന്നുമല്ല, ഇനി ആരുമായിക്കോട്ടെ, ആ പണത്തിൻ്റെ ഉറവിടം എന്തുമായിക്കോട്ടെ, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രം വേണ്ട തരത്തിൽ പരിരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് അറിയാം. അതിനുള്ള സാമ്പത്തിക സമാഹരണം നടത്താൻ അറിയാം. നമ്മുടെ എല്ലാം സംഘടനകൾക്ക് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ അവിടെ ഒന്നും ഒരു സ്പോൺസർഷിപ്പിലല്ല ഒരു കാര്യം നടത്തുന്നത്. ഭക്തജനങ്ങളുടെ ചെറിയ തൊട്ടുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെ മതി നമുക്ക് ക്ഷേത്രം. അല്ലാതെ ക്ഷേത്രങ്ങൾ ഈ ഗ്ലോബൽ പിൽഗ്രിമേജ് സെൻ്ററാക്കി ഇവർക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് ആഘോഷിക്കാനോ ഇടമാക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആണ് ഇതിൻ്റെ ഉത്തരത്തിൽ വരുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൈവച്ചൊഴിയുക, ഇവിടുത്തെ ഹിന്ദു സമാജത്തിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. വിചിത്രമായ വാദങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതായത് അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ഈ ഒരു അയ്യപ്പ സംഗമത്തിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകാനായിട്ട് സർക്കാരിന് ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണലി
അത് ഇല്ലീഗലാണ്. അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലും. ഒരു കാരണവശാലും ഭക്തജനങ്ങളുടെ സ്വരൂപിച്ച് അവരുടെ കണ്ണീരോടുകൂടി പല കാര്യങ്ങൾക്കും വേണ്ടി ദേവന് സമർപ്പിക്കുന്ന ആ പണം, അത് വളരെ ദിവ്യമായ പണമാണത്. ആ പണം ദുരുപയോഗം ചെയ്യാനായിട്ട് യാതൊരു കാരണവശാലും ദേവസ്വം ബോർഡിനല്ല ഒരു ക്ഷേത്രാധികാരികൾക്കും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഇല്ലീഗൽ ആയതുകൊണ്ട് അവർക്ക് കോടതിയുടെ മുന്നിൽ ഉത്തരം മുട്ടി. അപ്പോഴാണ് പറയുന്നത് സ്പോൺസർഷിപ്പ്. ഈ സ്പോൺസർഷിപ്പ് എന്താണെന്ന് നമുക്കറിയാം. കാരണം അവരുടെ ഇതുവരെയുള്ള രേഖകളൊക്കെ പരിശോധിക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ആസൂത്രണം സർക്കാരാണ്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിൽ വകുപ്പിന് തന്നെ ചില ചുമതല കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് പല സംവിധാനം നമ്മളറിയാം. കാരണം നമ്മുടെ സ്വാഗത സംഘം പമ്പയിൽ നടന്നപ്പോൾ അതിൻ്റെ ക്ഷണക്കത്തം ആരെയൊക്കെയാണ് അവർ വിളിച്ചിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അവിടെ ആരൊക്കെ എത്തിയിരുന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തികച്ചും സർക്കാർ സംവിധാനം വഴിയാണ് ഇത് ചെയ്യുന്നത്. കാരണം ഈ സ്പോൺസർഷിപ്പ് പുറകെ വരും എന്നവർ കാണുന്നുണ്ടാവാം. കാരണം അതുപോലെ ഉദ്ദേശം തന്നെയാണ്. എന്തായാലും ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അതാണ് മറ്റൊരു വിഷയം. അതായത് സർക്കാർ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കോടതിയുടെ മുന്നിലേക്ക് ഇതിൻ്റെ യഥാർത്ഥ രേഖ വരും എന്നുള്ള ഒരു സംശയമില്ല. കാരണം സർക്കാർ അത് സമർപ്പിച്ചാൽ മതിയാവും, ദേവസ്വം ബോർഡും സമർപ്പിച്ചാൽ മതിയാവും. ആ സമയത്ത് ഇതെല്ലാം പുറത്തേക്ക് വരും. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത്, ഈ സർക്കാർ പണം ഉപയോഗിച്ചാൽ അത് തീർച്ചയായിട്ടും നിയമലംഘനമാണ്. ദേവസ്വം ബോർഡ് പണം ഉപയോഗിച്ചാൽ നിയമലംഘനമാണ്. കൂടാതെ കഴിഞ്ഞ ആഴ്ച മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്, നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. അതായത് ഇതേ വിഷയമാണ്. ക്ഷേത്രത്തിൻ്റെ പണം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ച കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. യാതൊരു കാരണവശാലും അവിടെ ക്ഷേത്രത്തിൽ ലഭിക്കുന്ന ഏത് തരത്തിൽ ലഭിക്കുന്ന പണമായാലും ശരി, അത് ക്ഷേത്രത്തിനോ അതിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾക്കോ ആരാധന വിഷയങ്ങൾക്കോ അല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ല. അത് കൃത്യമായ ഒരു വിധി കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് പോലും അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തെറ്റിദ്ധരിപ്പിക്കലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യാതൊരു കാരണവശാലും നടത്താൻ സാധ്യമല്ല. മറ്റൊരു വിഷയം, ഈ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ കവനൻ്റ് പ്രകാരമാണല്ലോ ഈ ദേവസ്വം ബോർഡിൻ്റെ സൃഷ്ടിയും അതിനുശേഷം ഈ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരമൊക്കെയാണ് ഇവർക്ക് അതിനുള്ള അധികാരം ലഭിച്ചതെങ്കിൽ അതിനകത്തൊക്കെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര വിശ്വാസികളുടെയും വിഷയങ്ങൾ വേണ്ട തരത്തിൽ പരിരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ക്ഷേത്രങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുക വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് അവരുടെ ദൗത്യം. അതല്ലാതെ ഈ ഭരിക്കുന്ന സർക്കാർ പറയാനോ അല്ലെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് കേട്ട് ചെയ്യാനല്ല. ഭക്തജനങ്ങളുടെയും ക്ഷേത്രത്തിൻ്റെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് കൃത്യമായിട്ട് അവരുടേതെങ്കിൽ അവരത് മറന്നിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ധാരാളം പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിൽ പ്രധാനമായിട്ട് ഇന്ന് കോടതിയിൽ തന്നെ നമ്മൾ കണ്ടത് മറ്റൊരു വിഷയമാണ്. പമ്പ എന്ന് പറയുന്നത് വളരെ സാങ്ക്ടിറ്റിയോടെ കാണേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരം സമ്മേളനം നടത്തേണ്ടത്. കോടതി ചോദിച്ച മറ്റൊരു ചോദ്യം നമ്മൾ കേട്ടു. നിങ്ങൾക്ക് വേറൊരു ക്ഷേത്രം കിട്ടിയില്ലേ, നിങ്ങളുടെ ഡയമണ്ട് ജൂബിലി ആഘോഷിച്ചോളൂ, അതെവിടെയെങ്കിലും ആയിപ്പോരെ. ഈ ശബരിമല, അതും പമ്പ, അവിടെ തന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അതുകൊണ്ട് കോടതിയുടെ പരാമർശങ്ങൾ വളരെ സുവ്യക്തമാണ്. അതിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് അവർ കുറച്ചൊക്കെ രക്ഷപ്പെട്ടത്. പിന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഫയൽ സ്വീകരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കൂടുതൽ വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ പുറകെ ഉണ്ടാവും. ആ സമയത്ത് തീർച്ചയായിട്ടും വളരെ ശക്തമായ രീതിയിൽ കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.